ഹായ്, വെൽക്കം ടു ബെക്സോവ. ബെക്സോവയുടെ ഈ ഒരു കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്താണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ബ്ലെൻഡർ എന്ന് പറയുന്നത് ഒരു 3D സോഫ്റ്റ്വെയർ ആണ്. അതെല്ലാവർക്കും അറിയുന്ന കേസാണ്. പക്ഷേ ബ്ലെൻഡർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൂടിയാണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ആർക്കും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇത് ഇത്രത്തോളം പോപ്പുലറായി വന്നത്. ആളുകൾക്കിടയിൽ ഇത്രത്തോളം പോപ്പുലറായി വരാനുള്ള കാരണം അത് ഫ്രീ ആണ് എന്നുള്ള ഒരു കോഴ്സ്. പക്ഷേ ഫ്രീ ആണ് എന്ന് വെച്ചിട്ട് ഇതിൽ എന്തെങ്കിലും അവർ കുറവ് വരുത്തുന്നുണ്ടോ? ഇല്ല. ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. മാക്സിമം പൊട്ടൻഷ്യലോട് കൂടിയിട്ടുള്ള വർക്കുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യാനോ നമുക്ക് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനും നമുക്ക് മറ്റ് തരത്തിലുള്ള ഏത് ആർട്ട് വർക്കുകളും, അഥവാ ആർട്ട് മീൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3D ആണ് ഉദ്ദേശിക്കുന്നത്. 3D വർക്കുകളെയും 2D വർക്കുകളെ വരെ ഇതിൽ ചെയ്യാനായിട്ട് പറ്റുന്ന രൂപത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. ബ്ലെൻഡറിന് നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് 300-400 MB ഒതുങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ബ്ലെൻഡർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. മറ്റ് സോഫ്റ്റ്വെയറുകൾ, നമ്മൾ പെയ്ഡ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് മിനിമം 1 GB എങ്കിലും വരുന്ന രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ സൈസിൽ നല്ല പവറുള്ള, നല്ല രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലോകത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമുക്ക് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ക്രോമിലോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ബ്ലെൻഡർ 3D എന്ന് ബ്ലെൻഡർ 3D എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 4.3 എന്ന് പറയുന്ന ബ്ലെൻഡർ 4.3 എന്ന് പറയുന്ന ഈ ഒരു വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് കുറേ വേർഷൻസ് നമുക്ക് അവൈലബിൾ, അഥവാ എപ്പോഴും അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ കൂടിയാണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരാളും ഈ കോഴ്സ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ തയ്യാറാക്കുന്ന ഏതൊരാളും ആദ്യം ചെയ്യുന്ന പരിപാടി ഏത് വേർഷനിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. കാരണം എപ്പോഴും വേർഷൻസുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് 4.3 എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4.3 തന്നെ രണ്ടാമത്തെ വെർഷനായിട്ടാണ് ഇത് വരുന്നത്. വിൻഡോസിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അതിന് പുറമെ മാക്കിലും ലിനക്സിലും മറ്റ് OSകളിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ വിൻഡോസിലേക്കുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഡൊണേറ്റ് എന്നുള്ളൊരു സംഗതി വരുന്നുണ്ട്. ഡൊണേറ്റ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു നഷ്ടമായിട്ട് തോന്നില്ല. കാരണം ഇവർ അതിനാൽ മാത്രം പണിയെടുക്കുന്നുണ്ട്. നമുക്ക് അത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് ഞങ്ങളുടെ മുന്നിലേക്ക് ഇവർ എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഈ ഡൗൺലോഡിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഈ കോഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ക്യാരക്ടറിനെ എങ്ങനെ ആനിമേറ്റ് ചെയ്യാം, ക്യാരക്ടറിനെ എങ്ങനെ മൂവ് ചെയ്യാം, ക്യാരക്ടറിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ സ്പെസിഫിക് ആയിട്ട് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ബ്ലെൻഡർ 3D സോഫ്റ്റ്വെയറിൽ 2D ചെയ്യാം, 3D ചെയ്യാം, അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം.
പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പൊ 3Dയിൽ ഞാനിപ്പോ എനിക്കൊരു മാങ്ങയുടെ ഷേപ്പ്, ഒരു മാംഗോ ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട്. ആ മാംഗോ ഞാൻ അതിന്റെ 3D വരച്ചു കഴിഞ്ഞു. പക്ഷെ അതിനെ അതിന്റെ കറക്റ്റ് രൂപത്തിൽ കാണണമെങ്കിൽ അതിന് കളർ കൊടുക്കേണ്ടതുണ്ട്, അതിന് ടെക്സ്ചറുകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്, അതിന് ലൈറ്റിങ് കറക്റ്റ് ആവേണ്ടതുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അതിന്റെ കളറും അതിന്റെ ടെക്സ്ചറും അതിന്റെ ലൈറ്റിങ്ങും എല്ലാ സംഗതികളും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ എൻവയോൺമെന്റും എല്ലാം കറക്റ്റ് ആയാലും മാത്രമേ ഉള്ളൂ ഈ ഒരു നമ്മൾ ചെയ്ത ആ പ്രൊജക്റ്റിന് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് കിട്ടുക. അത് ഒരു പ്രൊജക്റ്റായിട്ട് മാറാം, അല്ലെങ്കിൽ അതിനെ കാണാൻ ആളുകൾ ഇത് നല്ല രസമുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലേക്ക് അതിനെ ആളുകൾ പറഞ്ഞ് തുടങ്ങുക അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ചെയ്യുമ്പോഴെടുത്താൽ മാത്രമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. നമ്മളതിൻ്റെ ബ്രോഷർ കണ്ടിട്ടുണ്ടാവും, അതിൽ 3D മോഡലിംഗ് പറയുന്നുണ്ട്, ആർക്കിടെക്ചർ ഡിസൈനിങ്. ആർക്കിടെക്ചർ ഡിസൈനിങ് എന്ന് പറയുന്നത് ആർക്കിടെക്റ്റ് പോലെ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു ആനിമേഷൻ ചെയ്യാണ്, ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ചില എലമെന്റ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ മാങ്ങ ഒരു പാത്രത്തിലേക്ക് വീഴുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്രം, അതിലുള്ള മേശകൾ, ഇതൊക്കെ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിൻ്റെ ടെക്സ്ചറുകൾ എങ്ങനെ ആഡ് ചെയ്യാം ഒക്കെ അങ്ങനെ തുടങ്ങിയുള്ള അതിൻ്റെ ചെറിയ ബേസിക് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ അവിടെയും ലൈറ്റിങ്ങിൻ്റെ കേസുകളോ മറ്റു സംഗതികളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇതിൽ റിഗ്ഗിങ് എന്ന് പറയുന്ന അടുത്തൊരു പാർട്ട് വരുന്നുണ്ട്. റിഗ്ഗിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാൾ നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ എല്ലുകൾ ഉണ്ടായതുകൊണ്ടാണ്. ആ എല്ലുകളില്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പോഞ്ച് പോലെ അല്ലെങ്കിൽ വെറും ഇറച്ചി കഷ്ണം പോലെ ആയിരിക്കും നമ്മളുണ്ടാവുക. അതുപോലെ നമ്മൾ 3D ക്യാരക്ടറിനും എല്ലുകളെ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് എല്ലുകളെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്? ഇതിൽ അതിനുള്ള ഓപ്ഷനുകൾ, അതിൻ്റെ ഒരു പാർട്ടാണ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. ആ എല്ലുകളെ ഫിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കൈൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഷേപ്പ് കൊടുത്ത് അതിനെ ഇതുമ്മക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് ആ 3D ഷേപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ഭാഗവും ചലിപ്പിക്കുന്നത്. അങ്ങനെ തുടങ്ങിയുള്ള ഒരു പാർട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നോഡുകൾ കണക്ട് ചെയ്ത് കൊടുത്താണ്ട് നമ്മൾ കളറിനെ ഫിക്സ് ചെയ്യുന്ന, ഇതിൻ്റെ ടെക്സ്ചറുകൾ ഫിക്സ് ചെയ്യുന്ന ഏരിയ നമ്മൾ ഇതിലൂടെ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഒരു ഫുൾ ഏരിയ കവർ ചെയ്യുന്ന രൂപത്തിലാണ് ഇതിനോടൊപ്പം തന്നെ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ആഫ്റ്റർ എഫക്റ്റ്, മീഡിയ എൻകോഡർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 4 സോഫ്റ്റ്വെയറുകളുടെ ചെറിയ പാർട്ടുകൾ എന്നതിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് തന്നെയാണ് ഇത് കണക്റ്റ് ആവുന്നത്. അഥവാ ടെക്സ്ചറുകളെ ഡിസൈൻ ചെയ്തെടുക്കാൻ, വെക്റ്റർ ഗ്രാഫിക്സുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, അതിൽ നിന്ന് നമുക്ക് 3D വർക്കുകളെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട്, നമുക്ക് 3D വർക്കുകൾക്ക് അതിൻ്റെ കളർ സെറ്റ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് അറിയേണ്ടതുണ്ട്. പിന്നീട് അതിനോടൊപ്പം തന്നെ നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് പഠിക്കുന്നത് ഇതിനെ കോമ്പോസിറ്റ് ചെയ്യുക എന്ന പ്രോസസ്സ്. അഥവാ നമ്മൾ ഓരോ സീൻ ബൈ സീൻ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിതിനെ റെൻഡർ ചെയ്തെടുക്കുന്നുണ്ടാവാം. ഇങ്ങനെ ഓരോ പാർട്ടുകളെ റെൻഡർ ചെയ്തെടുത്തുകൊണ്ട് അതിനെ കറക്റ്റ് സ്ട്രക്ചറായിട്ട് കൊണ്ടുപോയി വെച്ച് അതിനൊരു വീഡിയോ ആക്കിയിട്ട് അതിന് മ്യൂസിക്കുകൾ ആഡ് ചെയ്ത് അതിനെ വീഡിയോ ആക്കി എടുക്കാനും വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അതിൽ ചെറിയ എഡിറ്റുകൾ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. പിന്നീട് അതിനോടൊപ്പം തന്നെ റെൻഡറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയ എൻകോഡർ യൂസ് ചെയ്യും. അത് ബ്ലെൻഡറിൽ നിന്ന് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആഫ്റ്റർ എഫക്റ്റിൽ നിന്ന് റെൻഡർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയ എൻകോഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കോഴ്സിൻ്റെ മൊത്തം ബേസിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നീട് നമ്മൾ വരുന്നത് അടുത്തൊരു ഏരിയ ആണ് ലൈവ് സെഷൻസ്. ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീക്കിൽ കവർ ചെയ്ത് പോയിട്ടുള്ള ഏരിയകൾ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പ്രോസസ്സാണ്. ഏകദേശം 12 വീക്കോളം കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കോഴ്സാണിത്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ സംശയങ്ങൾ തീർച്ചയായിട്ടും വരും. കാരണം നമ്മളൊരു പുതിയ ഏരിയയിലോട്ടാണ് കാലെടുത്ത് വെക്കുന്നത്.
അപ്പോൾ ഇതിൽ വരുന്ന സംശയങ്ങളെ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീക്ക്ലി സെഷൻസുകളെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഈ വീക്ക്ലി സെഷൻസിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ തീർത്തിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ടാവുക, അടുത്ത ഒരു ഏരിയയിലോട്ട് കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ ഒരാൾക്കുള്ള സംശയം എന്താണ് പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് അങ്ങനെ എന്താ ഒരു പ്രോസസ് ആണല്ലോ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കാൻ പോകുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ ഇവിടെ ഒരാൾ ചോദിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു വീക്ക്ലി മീറ്റിങ്ങിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇതിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ മൊത്തം ആ ഒരു പ്രശ്നത്തെ ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് അടുത്ത മീറ്റിങ്ങിൽ ഈ സെയിം ക്വസ്റ്റ്യൻ വന്നു എന്ന് കരുതിയിട്ട് പ്രശ്നമില്ല. പക്ഷേ ഈ ഓരോ മീറ്റിങ്ങിലും നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഓരോ തരത്തിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും ചെയ്യുക. നിങ്ങൾ പുതിയ കിട്ടുന്ന അറിവുകളെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട്, നമ്മുടെ കിട്ടുന്ന അപ്ഡേഷൻസുകളെ പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ട്, സംശയങ്ങളെ തീർത്തുകൊണ്ട് നമുക്ക് ഈ ഒരു കോഴ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫയൽ കിട്ടുക. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക, ടിക്ക് ചെയ്യുക, ആക്സെപ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ഇൻസ്റ്റാൾ. ഇത്ര പണിയുള്ളൂ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇൻസ്റ്റാളിന് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാളിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നതാണ്. ഈ ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് എന്നുള്ളത് മറ്റു സംഗതികൾക്ക് കൂടുതൽ സംശയങ്ങൾ വരാനുള്ളൊരു ഏരിയ ഉണ്ട്. ഞാനും തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒന്ന് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഷോർട്ട് കട്ടുകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററുകളും കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. ഇതാണ് ബ്ലെൻഡർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമ്മൾ ആദ്യം എത്തിപ്പെടുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജ് എന്താണ് എന്നുള്ളതും, അഥവാ പിന്നെ ബ്ലെൻഡറിൻ്റെ ഈ ഒരു ലൈറ്റ് ഏത് ടൈപ്പാണ്, ഞാൻ ഈ ഡാർക്കാണ് പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ആണോ അഥവാ മൗസ് ഏത് ടൈപ്പിലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഇവിടെ ചോദിക്കുന്നുണ്ട്. സ്പേസ് ബാർ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്, പ്ലേ ചെയ്യാനാണോ അല്ലെങ്കിൽ ടൂൾസുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണോ, സെർച്ചിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് അതിലൊന്നും കാര്യമായിട്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റാം. നോർമലി ഇത് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഞാൻ ഇനി ഇവിടെ സേവ് ന്യൂ പ്രിഫറൻസ് ഇത്രയും എന്താണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാനുള്ള ഒരു ഏരിയ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ചില വീഡിയോ ഫയലുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യാതെ ജസ്റ്റ് പുറത്തുനിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ ക്ലോസ് ആവും. അഥവാ നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കാണിക്കാം, ന്യൂ കൊടുത്തു ഒന്നുകൂടി റീ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തെടുത്തു. എന്നിട്ട് ഞാനിവിടെ പുറത്താണ് ക്ലിക്ക് ചെയ്തത്. ഈ ഒരു ഇതിലല്ലാതെ വേറെ എവിടെ ക്ലിക്ക് ചെയ്താലും ഈ ഒരു വിൻഡോ അപ്രത്യക്ഷമാവും. ആ അപ്രത്യക്ഷമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു വിൻഡോയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനിയല്ല നമുക്ക് 2D ആനിമേഷൻ ആണ് അല്ലെങ്കിൽ നോർമലി ഉള്ളതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് തൽക്കാലം പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനൊരു ഓപ്ഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ 3D ആയിട്ട് ഈ ഒരു ക്യൂബ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇത് കാണുന്നത് ക്യാമറയാണ്. ഈ ക്യാമറ, പിന്നെ ഇത് ലൈറ്റ് ആണ് കാണുന്നത്. ലൈറ്റ്, ക്യാമറ, ഒരു ഒബ്ജക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ചില ടൂളുകളെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ടൂൾ വരുന്നത് ഇവിടെ 3 ഓപ്ഷൻസുകൾ കാണാം. ചില ഓപ്ഷൻസുകളുണ്ട്. ഒബ്ജക്റ്റ് മോഡ്, എഡിറ്റ് മോഡ്, സ്ക്രിപ്റ്റ് മോഡ് എന്നുള്ളത്. നമുക്ക് ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡുമാണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് എങ്ങനെയാണ് അതിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് മോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എഡിറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതിന് എഡിറ്റ് മോഡിലാണുള്ളത്. നമുക്ക് എന്നാലും ഈ എഡിറ്റ് മോഡിലേക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുക. ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുക. ഇങ്ങനെയാണ്. ഓക്കെ, ന്യൂവും ഇങ്ങനെയൊക്കെ നമുക്ക് പല രൂപത്തിൽ പല രീതിയിൽ നമുക്കിതിനെ
മൂവ് ചെയ്യാനും മറ്റു സംഗതികളൊക്കെ അതിന് സാധിക്കും. നമുക്കതൊക്കെ ഈ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ചില ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. നമുക്ക് ഏത് വ്യൂ ആണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഞാനിവിടെ ഒബ്ജക്റ്റ് മോഡിലോട്ട് ആക്കുന്നുണ്ട്. ഏത് വ്യൂ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന വ്യൂ അതാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ Z ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മൗസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്കിപ്പോൾ കാണുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇവിടെ ഈ ഒരു മങ്കി ഇതിപ്പോൾ ഒരു മങ്കിയുടെ ഷേപ്പാണ്. ഒരു മങ്കിയുടെ തല പോലെയുള്ള ഒരു ഷേപ്പാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇത് ഡിഫാൾട്ടായിട്ട് ബ്ലെൻഡറിലുള്ള ഒരു ഷേപ്പാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ നിന്നുള്ള വ്യൂ ആയിട്ട് Z വ്യൂവിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. Z വ്യൂവിൽ കാണുന്ന സമയത്ത് ഇതിപ്പോൾ -Z ആണ്. -Z എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് മുകളിലോട്ട് നോക്കുന്ന വ്യൂ. Z എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന വ്യൂ. ഇനി അപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടാൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊക്കി നോക്കാം. അപ്പോൾ ഏതാണോ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് Y ആണ്. -Y നോക്കിയപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഷേപ്പ് കിട്ടും. അതിൻ്റെ നേരെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ട്. ഇനി X ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ Z, X, Y എന്ന് പറയുന്ന കീകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചെറുതായിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ വ്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില ഏരിയകളാണ്. നമ്മളിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഇനിയാണ് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെയധികം പഠിക്കാനുണ്ട് നമുക്ക് കൂടുതൽ നല്ല നല്ല ക്യാരക്ടറുകൾ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ജീവസുറ്റ വർക്കുകളെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. നമുക്കതിന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടേതായുള്ള ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടേതായുള്ള ഒരു എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ജേണി ഇവിടെ വെച്ച് ഇന്ന് മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട്, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.